പഴയ വന്ദേ ഭാരതിനേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന പുതിയ വന്ദേ ഭാരത് കേരളത്തിന്റെ ട്രാക്കിലൂടെ ഇനി ഓടും. ഇനി ഈ വന്ദേ ഭാരതാണ് ഓടാൻ പോകുന്നത്. പഴയ വന്ദേ ഭാരത് എത്തുന്നതിനേക്കാൾ 45 മിനിറ്റ് മുമ്പ് ഈ വന്ദേ ഭാരത് ഓടിയെത്തും. 3 മിനിറ്റിനുള്ളിൽ തന്നെ 160 കിലോമീറ്റർ മെച്ചപ്പെട്ട നൂതന സാങ്കേതിക വിദ്യകളുമായി പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. പഴയതിനേക്കാൾ മെച്ചപ്പെട്ട സീറ്റിംഗ് സൗകര്യവും സുരക്ഷിതത്വവും കൂടുതൽ വേഗതയുമാണ് വന്ദേ ഭാരതിന്റെ പുതിയ പതിപ്പ് വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ മുംബൈ അഹമ്മദാബാദ് റൂട്ടിലേക്കുള്ള സർവീസിനായിരിക്കും പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉപയോഗിക്കുക. ചെന്നൈയിലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് നൂതന സാങ്കേതിക വിദ്യകളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് നിർമ്മിച്ചിട്ടുള്ളത്. പഴയ വന്ദേ ഭാരതിനേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നവീന രീതിയിൽ ഒരുക്കിയിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന് 3 മിനിറ്റിനുള്ളിൽ തന്നെ 160 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും. വേഗത വർദ്ധിക്കുന്നതോടെ യാത്രാസമയം ലാഭിക്കാനാവും എന്നുള്ളതാണ് പുതിയ വന്ദേ ഭാരതിന്റെ മറ്റൊരു സവിശേഷത. പുതിയ ട്രെയിനിന് മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ സഞ്ചരിക്കാനായി 5 മണിക്കൂറും 25 മിനിറ്റുമാണ് ആവശ്യമുള്ളത്. പഴയ വന്ദേ ഭാരതിനേക്കാൾ 45 മിനിറ്റ് കുറവാണ് ഇത്. വൈകാതെ തന്നെ നൂതന ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള വന്ദേ ഭാരത് ഈ റൂട്ടിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ അറിയിക്കുന്നത്. വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് തീവണ്ടികളുടെ വേഗം കൂട്ടാൻ പാളത്തിൽ പണിയും തുടങ്ങിയത്. വേഗം 130 കിലോമീറ്ററിൽ എത്തിക്കാൻ വളവ് നികത്തൽ, പുതിയ സിഗ്നലിംഗ് സംവിധാനം ഉൾപ്പെടെ ഉള്ളവയും തുടങ്ങി. വണ്ടിയിൽ ഓടിക്കയറുന്നതും വാതിക്കൽ ഇരിക്കുന്നതുമായ പല ശീലങ്ങൾക്കും വന്ദേ ഭാരത് മാറ്റം വരുത്തി. ഓട്ടോമാറ്റിക് വാതിലുകളാണ് വന്ദേ ഭാരതിലേത്. ഭക്ഷണം, വെള്ളം എന്നിവയിൽ മാറ്റങ്ങൾ വന്നു. മാർച്ച് മുതൽ 1/2 ലിറ്റർ കുപ്പി വെള്ളം കൂടി നൽകാൻ തുടങ്ങിയിരുന്നു. കറന്റ് ടിക്കറ്റിൽ ഭക്ഷണം ബുക്ക് ചെയ്തവർക്ക് സാധാരണ നൽകുന്ന വേവിച്ച ആഹാരം നൽകുന്നത് നിർത്തി. കറന്റ് ബുക്കിംഗ് യാത്രക്കാർക്ക് പാക്ക് ചെയ്ത ഭക്ഷണമാണ് നൽകുന്നത്. മറ്റു വണ്ടികളുടെ സമയക്രമങ്ങളെ ബാധിക്കാതിരിക്കാൻ വന്ദേ ഭാരതിന്റെ സമയക്രമം 2 തവണ മാറ്റിയിരുന്നു. ഇപ്പോഴും ചില പിടിച്ചിടൽ മറ്റു വണ്ടികളിലെ യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. നിലവിൽ രാവിലെ 5:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:20 കാസർഗോട്ടെത്തും. ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. രാത്രി 10:40 എത്തും. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഒരു തവണ യാത്ര ചെയ്താൽ പതിവായി വിമാനത്തിൽ സഞ്ചരിക്കുന്നവർ പോലും പിന്നീട് യാത്ര ചെയ്യുന്നതിനായി വന്ദേ ഭാരത് എക്സ്പ്രസ് തിരഞ്ഞെടുക്കും എന്നാണ് കഴിഞ്ഞ വർഷം ഗാന്ധിനഗർ മുതൽ മുംബൈ സെൻട്രൽ വരെയുള്ള പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ. രാജ്യത്ത് വന്ദേ ഭാരത് മെട്രോ സർവീസും ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത മാസമാണ് വന്ദേ മെട്രോയുടെ പരീക്ഷണയോട്ടം നടക്കുക. ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് സർവീസ് ആരംഭിക്കുന്ന രീതിയിലാണ് പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ആദ്യം രാജ്യത്തെ 12 നഗരങ്ങളിലേക്കാണ് വന്ദേ മെട്രോ എത്തുക. പിന്നീട് 125 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ സർവീസ് മാറും. കേരളത്തിലേക്ക് വന്ദേ മെട്രോ എത്തിയാൽ അത് ഹിറ്റാകും എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട് കേരളത്തിന് വന്ദേ ഭാരത് മെട്രോ വേണമെന്നുള്ളത്, നിലവിൽ കേരളത്തിൽ പ്രതിദിന യാത്രയ്ക്ക് ട്രെയിനിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. എക്സ്പ്രസ് ട്രെയിനുകളുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ തിക്കിലും തിരക്കിലും യാത്രക്കാർ ബോധരഹിതരാകുന്ന സംഭവങ്ങൾ ദിവസവും പുറത്തു വരാറുണ്ട്. ഇത്തരം യാത്രക്കാർക്ക് ആശ്രയിക്കാവുന്ന സർവീസുകളായി വന്ദേ മെട്രോ മാറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2 പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് വന്ദേ മെട്രോകൾ സർവീസ് നടത്തുക. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അതിവേഗം എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. മെമു ട്രെയിനുകൾക്ക് പകരമായാവും വന്ദേ മെട്രോ അവതരിപ്പിക്കുക എന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന്റെ തലവര മാറ്റിയ പദ്ധതിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. ഇതിന് സമാനമായ സൗകര്യങ്ങളോടെയാണ് വന്ദേ മെട്രോ ഇന്ത്യൻ റെയിൽവേ നിരത്തിലിറക്കുന്നത്. വന്ദേ ഭാരത് ദീർഘദൂര റോഡുകളിലാണ് ഓടുന്നതെങ്കിൽ ഇന്റർസിറ്റി സർവീസായ 2 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളാണ് വന്ദേ മെട്രോ. സാധാരണക്കാർക്ക് അതിവേഗം ഹ്രസ്വദൂര യാത്ര ഇതിലൂടെ സാധ്യമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ.